എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ഫസ്റ്റ് ഇയർ എക്സാമിനേഷൻ റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും. അപ്പോൾ ഈ വർഷം അതായത് 2025 മാർച്ച് മാസത്തിൽ +1 പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളെ ആദ്യമായിട്ട് +1 പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ റിസൾട്ടാണ് പ്രസിദ്ധീകരിക്കുക. ഫസ്റ്റ് ഇയർ ഇംപ്രൂവ്മെൻറ്റ് സപ്ലിമെൻ്ററി റിസൾട്ട് നേരത്തെ അതായത് ഏകദേശം 27 ദിവസം മുമ്പ് തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ +1ൻ്റെ പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ടാണ് ഇന്ന് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ ഇന്ന് വൈകുന്നേരം 3 മണിയോടെ നിങ്ങൾക്ക് നിങ്ങളുടെ പരീക്ഷാഫലം അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ഓപ്പൺ ചെയ്യേണ്ട വെബ്സൈറ്റാണ് results.hsc.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ മാത്രമാണ് നിങ്ങളുടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുക. ഇതൊരു പുതിയൊരു വെബ്സൈറ്റാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ഏറ്റവും താഴെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അപ്കമിങ് റിസൾട്ട് അതായത് വരാനിരിക്കുന്ന റിസൾട്ട്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് കാണാം VHSC NSQF ഫസ്റ്റ് ഇയർ മാർച്ച് എക്സാമിനേഷൻ 2025, അതുപോലെ HSC ഫസ്റ്റ് ഇയർ മാർച്ച് എക്സാമിനേഷൻ 2025 എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം അതായത് ഇനി നിങ്ങൾക്ക് 41 മിനിറ്റും കൂടിയാണ് നിങ്ങളുടെ റിസൾട്ട് വരാനായിട്ടുള്ളത്. അതായത് 3 മണിക്കാണ് റിസൾട്ട് വരിക. അപ്പോൾ ഇനി 41 മിനിറ്റാണ് ബാക്കിയുള്ളത്. അപ്പോൾ ആ ഒരു 41 മിനിറ്റ് കഴിഞ്ഞ ശേഷം ആ ഒരു റിസൾട്ടിൻ്റെ ലിങ്കുകളൊക്കെ ഇവിടെ പബ്ലിഷ്ഡ് റിസൾട്ട്സ് എന്നുള്ള ഭാഗത്ത് എക്സാംസ് എന്നുള്ള ഭാഗത്ത് വരുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് HSC ഫസ്റ്റ് ഇയർ മാർച്ച് എക്സാമിനേഷൻ 2025, അതുപോലെ തന്നെ VHSC NSQF ഫസ്റ്റ് ഇയർ മാർച്ച് എക്സാമിനേഷൻ 2025, അതുപോലെ തന്നെ മറ്റൊരു VHSC ഫസ്റ്റ് ഇയർ മാർച്ച് എക്സാമിനേഷൻ 2025 എന്ന് പറഞ്ഞുകൊണ്ട് 3 ലിങ്കുകൾ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതിൻ്റെ റിസൾട്ടാണോ അറിയേണ്ടത് അതിന് നേരായിട്ട് ഇതുപോലെ ആക്ഷൻസ് എന്നുള്ള ഭാഗത്ത് ചെക്ക് റിസൾട്ട് എന്നുള്ളൊരു ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന പേജ് എന്ന് പറയുന്നത് ഇതുപോലെയാണ് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് HSC സെക്കൻഡ് ഇയർ മാർച്ച് എക്സാമിനേഷൻ 2025. അതായത് ഞാൻ സെക്കൻഡ് ഇയറിൻ്റെ റിസൾട്ടിൻ്റെ നേരെയുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് ഇതുപോലെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നത് ഫസ്റ്റ് ഇയറിൻ്റെ റിസൾട്ടിൻ്റെ ആ ഒരു ലിങ്കിൻ്റെ നേരെയുള്ള ചെക്ക് റിസൾട്ടിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ അത് റിസൾട്ട് വരാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ +1 രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇവിടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അത് നിങ്ങൾ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏത് ദിവസമാണ് നിങ്ങൾ ജനിച്ചത്, അതുപോലെ തന്നെ ഏത് മാസമാണ്, അതുപോലെ തന്നെ ഏത് വർഷമാണ് നിങ്ങൾ ജനിച്ചത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം വിദ്യാർത്ഥികൾ അത് സെറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ വരുന്നതായിരിക്കും. അപ്പോൾ അത് ചേഞ്ച് ചെയ്യണമെങ്കിലും ഇതേ രീതിയിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കൊടുത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാൻ പറ്റും. ഇംഗ്ലീഷ് അക്ഷരം എന്ന് പറയുമ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കുറച്ച് ഇംഗ്ലീഷ് സെക്ഷൻ കാണാം. അതായത് ഇവിടെ ഇംഗ്ലീഷ് സെക്ഷൻ കാണാം. അതുപോലെ തന്നെ ഇവിടെ റിന്യൂ എന്ന് പറഞ്ഞുള്ള ഒരു ബട്ടൺ, അത് റിഫ്രഷ് ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ഇംഗ്ലീഷ് സെക്ഷൻ ചേഞ്ച് ആയിട്ട് മാറുന്നതായിരിക്കും. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ ഇവിടുത്തെ ഇംഗ്ലീഷ് സെക്ഷൻ കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇവിടെയുള്ള ആ ഒരു റിന്യൂ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അത് ചേഞ്ച് ആയിട്ട് വരും. നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ചേഞ്ച് ആയിട്ട് ഇംഗ്ലീഷ് സെക്ഷൻ മാറി വരുന്നത് കാണാം. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണ് അത് കൃത്യമായിട്ട് മനസ്സിലാവുന്നത് ആ ഒരു സമയം നിങ്ങൾ ഇവിടെ ടെക്സ്റ്റ് ഫ്രം ഇമേജ് എന്നുള്ള ഭാഗത്ത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചെക്ക് റിസൾട്ട് എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതിനുശേഷം നിങ്ങളുടെ റിസൾട്ടിൻ്റെ PDF ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഏകദേശം ഇന്ന് വൈകുന്നേരം 6 മണി വരെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് PDF ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു സമയം ഈ ഒരു വെബ്സൈറ്റ് തന്നെ ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ ആ ഒരു +1 റിസൾട്ടിൻ്റെ പേജിൽ അത് ചെക്ക് റിസൾട്ട് എന്നുള്ള ആ ഒരു പേജിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്ത ശേഷം പിന്നീട് ആ ഒരു സമയം ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അക്ഷരം കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ കാണുന്ന ഇംഗ്ലീഷ് അക്ഷരം ചിലപ്പോൾ മാറ്റമായിരിക്കും. അപ്പോൾ എന്താണ് നിങ്ങൾ ആ ഒരു സമയത്ത് കാണുന്ന ഇംഗ്ലീഷ് അക്ഷരം അത് കൃത്യമായിട്ട് ഇവിടെ ടെക്സ്റ്റ് ഫ്രം ഇമേജ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇംഗ്ലീഷ് അക്ഷരം കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇവിടെയുള്ള റിന്യൂ ബട്ടൺ ക്ലിക്ക് ആ ഒരു സമയത്ത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴാണ് അത് കൃത്യമായിട്ട് മനസ്സിലാവുന്നത് ആ ഒരു സമയം കൃത്യമായിട്ട് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഇവിടെയുള്ള ചെക്ക് റിസൾട്ടിൽ ക്ലിക്ക് ചെയ്യാൻ പാടില്ല. കാരണം PDF ആണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് തന്നെ അവിടെ ക്ലിക്ക് ചെയ്യരുത്. അതിനുശേഷം ഇവിടെ താഴെയായിട്ട് ഡൗൺലോഡ് PDF എന്ന് പറഞ്ഞുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ഫോണിലേക്ക് PDF ഡൗൺലോഡ് ആയിട്ട് വരുന്നതാണ്. നിങ്ങൾ ക്രോം ബ്രൗസർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ PDF നിങ്ങൾക്ക് അതിൽ കൃത്യമായിട്ട് ഡൗൺലോഡ് ആയിട്ട് വരുന്നതായിട്ട് കാണാറുണ്ട്.
അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു ബ്രൗസറിൽ നിങ്ങൾ ആ ഒരു PDF ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ഒരു PDF എന്ന് പറയുന്നത് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അതായത് നിങ്ങൾക്ക് മാത്രമാണ് നിങ്ങളുടെ റിസൾട്ടിൻ്റെ PDF ഓപ്പൺ ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിനായിട്ടൊരു പാസ്വേഡ് ആവശ്യമാണ്. പാസ്വേഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, അത് +1 രജിസ്റ്റർ നമ്പർ എന്താണോ അത്, അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്നതാണ് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ. അതായത് ഇപ്പോൾ എന്നെ ജനിച്ചിട്ടുള്ളത് അതായത് ഇപ്പോൾ 3 ജനുവരി 2009 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ അതുപോലെ തന്നെ ഇവിടെ എൻ്റെ രജിസ്റ്റർ നമ്പർ എന്ന് പറയുന്നത് 1 2 3 4 5 6 7 എന്നാണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ പാസ്വേഡ് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 2 3 4 5 6 7 ഇതാണ് രജിസ്റ്റർ നമ്പർ എന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ 3 ജനുവരി എന്ന് പറയുമ്പോൾ 03 എന്നാണ് കൊടുക്കേണ്ടത്, 03. അതുപോലെ തന്നെ ജനുവരി എന്ന് പറയുമ്പോൾ 01 ആണ്. അതുപോലെ തന്നെ 2009 ഇത് കണ്ടിന്യൂസ് ആയിട്ട്, അതായത് സ്ലാഷും കൊമയൊന്നും ഇടാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇതിനോടൊപ്പം വരുന്നത്, അതായത് 03 01 അതുപോലെ 2009 ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ പാസ്വേഡ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുമ്പോൾ ആദ്യം ഡേ, പിന്നീട് മന്ത്, പിന്നീട് ഇയർ, ഈ ഒരു രീതിയിലായിരിക്കണം അതിൻ്റെ ഫോമാറ്റ് വരേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത PDF ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും മികച്ച മാർക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് മികച്ച മാർക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്കായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് സമർപ്പിക്കാവുന്നതാണ്. റീവാലുവേഷൻ 500 രൂപയാണ് ഫീസ് വരിക, സ്ക്രൂട്ടിനിക്ക് 100 രൂപയും ഫോട്ടോ കോപ്പിക്ക് 300 രൂപയുമാണ് ഫീസ് വരിക. അതുപോലെ +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ഉണ്ടാവുക 2026 മാർച്ച് മാസത്തിലെ +1 പബ്ലിക് എക്സാമിനേഷൻ്റെ കൂടിയായിരിക്കും. അതിൻ്റെ രജിസ്ട്രേഷൻ നടക്കുക നിങ്ങളുടെ +2ൻ്റെ പബ്ലിക് എക്സാമിനേഷൻ്റെ രജിസ്ട്രേഷൻ്റെ ഒപ്പമായിരിക്കും +1ൻ്റെ പരീക്ഷയ്ക്കും അതുപോലെ +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കുള്ള രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.